1 സാമുവേൽ അധ്യായം 14. ജോനാഥാന്റെ സാഹസികത. ഒരു ദിവസം സൗളിന്റെ പുത്രൻ ജോനാഥാൻ ആയുധവാഹകനോട് പറഞ്ഞു, വരൂ, അക്കരെ ഫിലിസ്ത്യ സേനയുടെ പാളയം വരെ നമുക്കൊന്നു പോകാം. എന്നാൽ ഇക്കാര്യം അവൻ പിതാവിനെ അറിയിച്ചില്ല. സൗൾ ഗിബെയയുടെ അതിർത്തിയിലെ മിഗ്രോനിൽ മാതള നാരകത്തിന്റെ കീഴിലായിരുന്നു. അവനോടുകൂടെ ഏകദേശം 600 പടയാളികളാണ് ഉണ്ടായിരുന്നത്. അഹിത്തൂബിന്റെ മകൻ അഹിയായാണ് ഏഫോദ് ധരിച്ചിരുന്നത്. അഹിത്തൂബ് ഇക്കാബോദിന്റെ സഹോദരനും ഫിനെഹാസിന്റെ പുത്രനുമായിരുന്നു. ഷീലോയിൽ കർത്താവിന്റെ പുരോഹിതനായിരുന്ന ഏലിയുടെ പുത്രനാണ് ഫിനെഹാസ്. ജോനാഥാൻ പോയ വിവരം ജനം അറിഞ്ഞിരുന്നില്ല. ജോനാഥാൻ ഫിലിസ്ത്യ സൈന്യത്തിന്റെ നേരെ ചെല്ലാൻ നോക്കിയ വഴിയുടെ അപ്പുറവും ഇപ്പുറവും കടും തൂക്കായ ഓരോ പാറ ഉണ്ടായിരുന്നു. ഒന്ന് ബോസസ്, മറ്റേത് സേനെ. ഒന്ന് മിക്മാഷിന് അഭിമുഖമായി വടക്ക് വശത്തും മറ്റേത് ഗേബായ്ക്ക് അഭിമുഖമായി തെക്ക് വശത്തും ഉയർന്നു നിന്നിരുന്നു. ജോനാഥാൻ ആയുധവാഹകനായ യുവാവിനോട് പറഞ്ഞു, വരിക, നമുക്ക് ഈ അപരിച്ഛേദിതരായ സൈന്യത്തിന്റെ നേരെ ചെല്ലാം. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാതിരിക്കുമോ? ആള് ഏറിയാലും കുറഞ്ഞാലും കർത്താവിന് രക്ഷിക്കാൻ തടസ്സമില്ലല്ലോ. ആയുധവാഹകൻ പറഞ്ഞു, അങ്ങയുടെ ഇഷ്ടം പോലെ, ഞാൻ അങ്ങയുടെ കൂടെ തന്നെയുണ്ട്. അങ്ങയുടെ ഇഷ്ടമാണ് എന്റേതും. ജോനാഥാൻ പ്രതിവചിച്ചു, നമുക്ക് അവരുടെ നേരെ ചെന്ന് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാം. ഞങ്ങൾ വരുവോളം അനങ്ങിപ്പോകരുത് എന്ന് അവർ പറഞ്ഞാൽ മുൻപോട്ട് പോകാതെ നമുക്ക് അവിടെ തന്നെ നിൽക്കാം. കടന്നു വരുവിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കയറി ചെല്ലാം. കർത്താവ് അവരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നതിന് അതായിരിക്കും അടയാളം. അങ്ങനെ അവർ ഇരുവരും ഫിലിസ്ത്യ സേനയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ഇതാ, ഒളിച്ചിരുന്ന ഗുഹകളിൽ നിന്ന് ഹെബ്രായർ പുറത്തു വരുന്നു എന്ന് ഫിലിസ്ത്യർ വിളിച്ചു പറഞ്ഞു. കാവൽ സൈന്യം ജോനാഥാനെയും ആയുധവാഹകനെയും അഭിവാദനം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇങ്ങോട്ട് കയറി വരുവേൻ, ഞങ്ങൾ ഒരു കാര്യം കാണിച്ചു തരാം. ജോനാഥാൻ ആയുധവാഹകനോട് പറഞ്ഞു, എന്റെ പിന്നാലെ വരിക, കർത്താവ് അവരെ ഇസ്രായേലിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ജോനാഥാൻ ഇഴഞ്ഞ് മുകളിൽ കയറി, ആയുധവാഹകൻ പിന്നാലെയും. കാവൽ സൈന്യം ജോനാഥാന്റെ മുൻപിൽ വീണു. ആയുധവാഹകനാകട്ടെ ഓരോരുത്തരെയായി വധിച്ചു. ജോനാഥാനും അവനും കൂടി നടത്തിയ ആ ആദ്യ സംഹാരത്തിൽ ഒരേക്കർ സ്ഥലത്തിനുള്ളിൽ 20 പേരെ വധിച്ചു. പാളയത്തിലും പോർക്കളത്തിലും ജനങ്ങൾക്കിടയിലും അമ്പരപ്പുളവായി. കാവൽ സൈന്യവും കവർച്ചക്കാരും നടുങ്ങി. ഭൂമി കുലുങ്ങി. അതിഭയങ്കരമായ സംഭ്രാന്തി പടർന്നു. പുരുഷാരം ചിന്നിച്ചിതറി ഓടുന്നത് ബെഞ്ചമിനിലെ ഗിബയായിൽ ഉണ്ടായിരുന്ന സാവൂളിന്റെ കാവൽക്കാർ കണ്ടു. അപ്പോൾ സാവൂൾ തന്നോടുകൂടെ ഉണ്ടായിരുന്ന ജനത്തോട് പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പോയത് ആരെന്നറിയാൻ എണ്ണി നോക്കുവിൻ. അവർ നോക്കിയപ്പോൾ ജോനാഥാനും ആയുധവാഹകനും അവിടെ ഇല്ലായിരുന്നു. ദൈവത്തിന്റെ പേടകം ഇവിടെ കൊണ്ടുവരിക എന്ന് സാവൂൾ അഹിയായോട് പറഞ്ഞു. അക്കാലത്ത് ഇസ്രായേലരോടുകൂടെയായിരുന്നു ദൈവത്തിന്റെ പേടകം. സാവൂൾ പുരോഹിതനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഫിലിസ്ത്യ പാളയത്തിലെ ബഹളം മേൽക്കുമേൽ വർദ്ധിച്ചു. കൈ പിൻവലിക്കുക എന്ന് സാവൂൾ പുരോഹിതനോട് പറഞ്ഞു. അനന്തരം സാവൂളും കൂടെയുണ്ടായിരുന്ന ജനവും അണിനിരന്ന് യുദ്ധസ്ഥലത്തേക്ക് ചെന്നു. ഫിലിസ്ത്യർ പരസ്പരം പടവെട്ടി നശിക്കുന്നതാണ് അവർ അവിടെ കണ്ടത്. നേരത്തെ ഫിലിസ്ത്യരോടുകൂടെ ആയിരുന്നവരും അവരുടെ പാളയത്തിൽ ചേർന്നവരുമായ ഹെബ്രായർ സാവൂളിനോടും ജോനാഥാനോടും കൂടെ ഉണ്ടായിരുന്ന ഇസ്രായേല്യരുടെ പക്ഷം ചേർന്നു. എഫ്രായിം മലനാട്ടിൽ ഒളിച്ചിരുന്ന ഇസ്രായേല്യരും ഫിലിസ്ത്യർ തോറ്റോടിയെന്ന് അറിഞ്ഞ് പക്ഷം ചേർന്ന് അവരെ പിന്തുടർന്നു. അങ്ങനെ കർത്താവ് അന്ന് ഇസ്രായേലിനെ രക്ഷിച്ചു. ബത്താവന് അപ്പുറം വരെ യുദ്ധം നടന്നു. ഇസ്രായേല്യർ അന്ന് അസ്വസ്ഥരായിരുന്നു. കാരണം ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സന്ധ്യയ്ക്ക് മുൻപേ ഭക്ഷണം കഴിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് സാവൂൾ പറയുകയും ജനങ്ങളെ കൊണ്ട് അങ്ങനെ ശപഥം ചെയ്യിക്കുകയും ചെയ്തിരുന്നു. തന്മൂലം ആരും ഭക്ഷണം കഴിച്ചില്ല. ജനം ഒരു കാട്ടുപ്രദേശത്തെത്തി. അവിടെ തേൻകട്ടകൾ നിലത്ത് വീണ് കിടപ്പുണ്ടായിരുന്നു. കാട്ടിൽ കടന്നപ്പോൾ തേൻ ഇറ്റിറ്റു വീഴുന്നത് അവർ കണ്ടു. എന്നാൽ ശബദമോർത്ത് അവരാരും ഒരു തുള്ളി തേൻ പോലും കഴിച്ചില്ല. ജോനാഥാനാകട്ടെ തന്റെ പിതാവ് ജനത്തെ കൊണ്ട് ശപഥം ജയിച്ച വിവരം അറിഞ്ഞിരുന്നില്ല. അതിനാൽ അവൻ കയ്യിലുണ്ടായിരുന്ന വടിയുടെ അഗ്രം തെൻകട്ടയിൽ മുക്കി അത് ഭക്ഷിച്ചു. ഉടനെ അവന്റെ കണ്ണ് പ്രകാശിച്ചു. അപ്പോൾ ഒരുവൻ വന്നു പറഞ്ഞു, ഇന്ന് എന്തെങ്കിലും ഭക്ഷിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് നിന്റെ പിതാവ് ജനത്തെ കൊണ്ട് ശപഥം ചെയ്യിച്ചിട്ടുണ്ട്.
അവർ ക്ഷീണിച്ചുമിരിക്കുന്നു. ജോനാഥൻ പ്രതിവചിച്ചു, എൻ്റെ പിതാവ് ഈ ദേശത്തെ കഷ്ടത്തിലാക്കിയിരിക്കുന്നു. അല്പം തേൻ കഴിച്ചപ്പോൾ എൻ്റെ കണ്ണ് തെളിഞ്ഞത് കണ്ടില്ലേ? ശത്രുക്കളിൽ നിന്ന് പിടിച്ചെടുത്ത ഭക്ഷണ സാധനങ്ങൾ ജനം വേണ്ടുവോളം ഭക്ഷിച്ചിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. ഫിലിസ്ത്യരെ എത്രയോ അധികം കൊന്നൊടുക്കുവാൻ സാധിക്കുമായിരുന്നു. അവർ ഫിലിസ്ത്യരെ മിക്മാഷ് മുതൽ അയ്യലോൺ വരെ അനുധാവനം ചെയ്ത് സംഹരിച്ചു. ജനം അത്യധികം ക്ഷീണിച്ചിരുന്നു. അവർ കൊള്ളവസ്തുക്കളായ ആടുമാടുകളെയും കിടാക്കളെയും പാഞ്ഞു ചെന്ന് പിടിച്ച് നിലത്തടിച്ചു കൊന്ന് രക്തത്തോടെ ഭക്ഷിച്ചു. അവർ സാവൂളിനോട് പറഞ്ഞു, രക്തത്തോടുകൂടി ഭക്ഷിക്കുകയാൽ ജനം കർത്താവിനെതിരെ പാപം ചെയ്തിരിക്കുന്നു. സാവൂൾ പറഞ്ഞു, നിങ്ങൾ അവിശ്വസ്തത കാണിച്ചിരിക്കുന്നു. വലിയ ഒരു കല്ല് എൻ്റെ അടുക്കൽ ഉരുട്ടിക്കൊണ്ടുവരുവിൻ. ഓരോരുത്തനും അവനവൻ്റെ കാളയെയോ ആടിനെയോ ഇവിടെ കൊണ്ടുവന്ന് കൊന്നു തിന്നാനും രക്തത്തോടുകൂടെ ഭക്ഷിച്ച് കർത്താവിനെതിരെ പാപം ചെയ്യാതിരിക്കാനും നിങ്ങൾ എല്ലാ ജനങ്ങളോടും പറയുവിൻ. അന്ന് രാത്രി ഓരോരുത്തരും കാളകളെ കൊണ്ടുവന്ന് അവിടെ വെച്ച് കൊന്നു. സാവൂൾ കർത്താവിന് ഒരു ബലിപീഠം ഉണ്ടാക്കി. അവൻ പണിയിച്ച ആദ്യത്തെ ബലിപീഠമാണത്. സാവൂൾ പറഞ്ഞു, നമുക്ക് രാത്രിയിലും ഫിലിസ്ത്യരെ പിന്തുടർന്ന് പ്രഭാതം വരെ കൊള്ളയടിക്കുകയും സകലരെയും കൊന്നൊടുക്കുകയും ചെയ്യാം. അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുന്നത് ചെയ്യുക എന്ന് ജനം മറുപടി പറഞ്ഞു. എന്നാൽ പുരോഹിതൻ, നമുക്ക് ദൈവത്തോട് ആരായാം എന്ന് പറഞ്ഞു. സാവൂൾ ദൈവത്തോട് ചോദിച്ചു, ഞാൻ ഫിലിസ്ത്യരെ പിന്തുടരണമോ? അങ്ങ് അവരെ ഇസ്രായേലിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമോ? എന്നാൽ അവിടുന്ന് അന്ന് അവന് മറുപടി നൽകിയില്ല. സാവൂൾ കൽപ്പിച്ചു, ജനത്തിലെ പ്രമാണികളെല്ലാവരും അടുത്തു വരട്ടെ. ഇന്ന് ഈ പാപം എങ്ങനെ സംഭവിച്ചു എന്ന് അന്വേഷിച്ചറിയാം. ഇസ്രായേലിന്റെ രക്ഷകനായ കർത്താവാണ് ഇത് ചെയ്തത്. എൻ്റെ മകൻ ജോനാഥാൻ തന്നെയാണെങ്കിലും മരിക്കണം. ആരും ഉത്തരം പറഞ്ഞില്ല. അവൻ എല്ലാ ഇസ്രായേല്യരോടുമായി പറഞ്ഞു, നിങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുവിൻ, ഞാനും എൻ്റെ മകൻ ജോനാഥാനും മറുഭാഗത്തും നിൽക്കാം. നിന്റെ ഇഷ്ടം പോലെയാകട്ടെ എന്ന് ജനം പറഞ്ഞു. സാവൂൾ അപേക്ഷിച്ചു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, ഇന്ന് അങ്ങയുടെ ദാസനോട് ഉത്തരം പറയാത്തതെന്ത്? ഈ പാപം എൻ്റേതോ എൻ്റെ മകൻ ജോനാഥൻ്റെതോ ആണെങ്കിൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെ, അങ്ങ് ഉറീം കൊണ്ടും ഇസ്രായേൽ ജനത്തിൻ്റെതെങ്കിൽ തുമ്മീം കൊണ്ടും അടയാളം കാണിക്കണമേ. ജോനാഥാനും സാവൂളും കുറ്റക്കാരായി കാണപ്പെട്ടു. ജനം രക്ഷപ്പെട്ടു. സാവൂൾ പറഞ്ഞു, എൻ്റെയും എൻ്റെ മകൻ ജോനാഥാൻ്റെയും പേരിൽ കുറിയിടുവിൻ. കുറി ജോനാഥാൻ്റെ പേരിൽ വീണു. സാവൂൾ ജോനാഥാനോട് ചോദിച്ചു, നീ എന്താണ് ചെയ്തത്? എന്നോട് പറയുക. ജോനാഥാൻ പറഞ്ഞു, എൻ്റെ കയ്യിലുണ്ടായിരുന്ന വടിയുടെ അഗ്രം മുക്കി അല്പം തേൻ ഞാൻ രുചിച്ചു. ഞാനിതാ മരിക്കാൻ തയ്യാറാണ്. ജോനാഥാൻ, നീ വധിക്കപ്പെടുന്നില്ലെങ്കിൽ ദൈവം എന്നെ ശിക്ഷിക്കട്ടെ. അപ്പോൾ ജനം സാവൂളിനോട് പറഞ്ഞു, ഇസ്രായേലിന് വൻ വിജയം നേടിക്കൊടുത്ത ജോനാഥാൻ മരിക്കണമെന്നോ? അത് പാടില്ല. കർത്താവാണേ സത്യം, അവന്റെ തലയിലെ ഒരു മുടി പോലും നിലത്ത് വീണുകൂടാ. അവൻ ദൈവേഷ്ടമാണ് ഇന്ന് പ്രവർത്തിച്ചത്. അങ്ങനെ ജനം ജോനാഥാനെ രക്ഷിച്ചു. അവൻ വധിക്കപ്പെട്ടില്ല. സാവൂൾ ഫിലിസ്ത്യരെ പിന്തുടരാതെ മടങ്ങി. ഫിലിസ്ത്യരാകട്ടെ തങ്ങളുടെ സ്ഥലത്തേക്ക് പോയി. ഇസ്രായേലിന്റെ രാജാവായതിനു ശേഷം മോവാബ്യർ, അമ്മോന്യർ, ഏദോമ്യർ, സോബ രാജാക്കന്മാർ, ഫിലിസ്ത്യർ എന്നിങ്ങനെ ചുറ്റുമുള്ള ശത്രുക്കളോടെല്ലാം സാവൂൾ പൊരുതി. അവൻ ചെന്നിടങ്ങളിലെല്ലാം വിജയം വരിച്ചു. അവൻ അമലേക്യരോടും വീറോടെ പൊരുതി ജയിച്ചു. ഇസ്രായേലിനെ കവർച്ചക്കാരുടെ കരങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു. സാവൂളിന്റെ പുത്രന്മാർ ജോനാഥാനും ഇഷ്വിയും മൽക്കിഷിയുമായിരുന്നു. പുത്രിമാരിൽ മൂത്തവൾ മേരബ്, ഇളയവൾ മീഖാൽ. അഹിമാസിന്റെ മകൾ അഹീനോവാം ആയിരുന്നു സാവൂളിന്റെ ഭാര്യ. പിതൃ സഹോദരനായ നേറിന്റെ മകൻ അബ്നേർ സേനാപതിയും. സാവൂളിന്റെ പിതാവ് കിഷും അബ്നേറിന്റെ പിതാവ് നേറും അബിയേലിന്റെ പുത്രന്മാരായിരുന്നു. സാവൂളിന്റെ ഭരണകാലം മുഴുവൻ ഫിലിസ്ത്യരുമായി ഉഗ്രയുദ്ധം നടന്നു. ശക്തരും ധീരരുമായവരെയെല്ലാം അവൻ തന്നോടുകൂടെ ചേർത്തിരുന്നു. 1 സാമുവേൽ അധ്യായം 15. സാവൂൾ കൽപ്പന ലംഘിക്കുന്നു. സാമുവേൽ സാവൂളിനോട് പറഞ്ഞു, തന്റെ ജനമായ ഇസ്രായേലിന്റെ രാജാവായി നിന്നെ അഭിഷേകം ചെയ്യാൻ കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു. അതിനാൽ കർത്താവിന്റെ വചനം കേട്ടുകൊള്ളുക. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേല്യർ ഈജിപ്തിൽ നിന്ന് പോരുമ്പോൾ
വഴിയിൽ വെച്ച് അവരെ എതിർത്തതിന് ഞാൻ അമലേക്യരെ ശിക്ഷിക്കും. ആകയാൽ നീ പോയി അമലേക്യരെയെല്ലാം വധിക്കുകയും അവർക്കുള്ളതെല്ലാം നശിപ്പിക്കുകയും ചെയ്യുക. ആരും അവശേഷിക്കാത്ത വിധം സ്ത്രീ പുരുഷന്മാരെയും കുട്ടികളെയും ശിശുക്കളെയും ആടുമാടുകൾ ഒട്ടകങ്ങൾ കഴുതകൾ എന്നിവയെയും കൊന്നുകളയുക. സാവൂൾ ജനത്തെ വിളിച്ചുകൂട്ടി തെലായിമിൽ വെച്ച് അവരെ എണ്ണി തിട്ടപ്പെടുത്തി. 200,000 കാലാൾപ്പടയും യൂദാ ഗോത്രക്കാരായ 10,000 പേരും ഉണ്ടായിരുന്നു. അനന്തരം സാവൂൾ അമലേക്യരുടെ നഗരത്തിൽ ചെന്ന് ഒരു താഴ്വരയിൽ പതിയിരുന്നു. കേന്യരോട് അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ അമലേക്യരോടൊപ്പം നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവരുടെ ഇടയിൽ നിന്ന് മാറിപ്പോയിക്കൊള്ളുവിൻ. ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് പോരുമ്പോൾ നിങ്ങൾ അവരോട് കാരുണ്യം കാണിച്ചല്ലോ. അങ്ങനെ കേന്യർ അമലേക്യരുടെ ഇടയിൽ നിന്ന് മാറി താമസിച്ചു. സാവൂൾ ഹവില മുതൽ ഈജിപ്തിന് കിഴക്ക് ഷൂർ വരെയുള്ള അമലേക്യരെയെല്ലാം സംഹരിച്ചു. അമലേക്യരുടെ രാജാവായ അഗാഗിനെ അവൻ ജീവനോടെ പിടിച്ചു. ജനത്തെ അപ്പാടെ വാളിനിരയാക്കി. എന്നാൽ സാവൂളും ജനവും അഗാഗിനെയും ആടുമാടുകൾ തടിച്ച മൃഗങ്ങൾ കുഞ്ഞാടുകൾ എന്നിവയിൽ ഏറ്റവും നല്ലവയെയും ഉത്തമമായവയൊക്കെയും നശിപ്പിക്കാതെ സൂക്ഷിച്ചു. നിന്ദ്യവും നിസാരവുമായവയെ അവർ നശിപ്പിച്ചു. കർത്താവ് സാമുവേലിനോട് അരുളി ചെയ്തു, സാവൂളിനെ രാജാവാക്കിയതിൽ ഞാൻ ഖേദിക്കുന്നു. അവൻ എന്നിൽ നിന്ന് അകലുകയും എൻ്റെ കൽപ്പനകൾ നിറവേറ്റാതിരിക്കുകയും ചെയ്തിരിക്കുന്നു. സാമുവേൽ കോപാകുലനായി രാത്രി മുഴുവൻ കർത്താവിനോട് കരഞ്ഞപേക്ഷിച്ചു. സാവൂളിനെ പ്രഭാതത്തിനു മുൻപേ കാണാൻ സാമുവേൽ നേരത്തെ എഴുന്നേറ്റു. എന്നാൽ സാവൂൾ കാർമലിലെത്തി തൻ്റെ തന്നെ വിജയസ്തംഭം നാട്ടിയിട്ട് ഗിൽഗാലിലേക്ക് മടങ്ങിപ്പോയെന്ന് സാമുവേലിന് അറിവ് കിട്ടി. അവൻ സാവൂളിന്റെ അടുത്തെത്തി. സാവൂൾ പറഞ്ഞു, അങ്ങ് കർത്താവിനാൽ അനുഗ്രഹീതനാകട്ടെ. ഞാൻ കർത്താവിന്റെ കൽപ്പന നിറവേറ്റിയിരിക്കുന്നു. സാമുവേൽ ചോദിച്ചു, എന്റെ കാതുകളിൽ മുഴങ്ങുന്ന ആടുകളുടെ നിലവിളിയും കാളകളുടെ മുക്രയിടലും എന്താണ് അർത്ഥമാക്കുന്നത്? സാവൂൾ പ്രതിവചിച്ചു, ജനം അമലേക്യരിൽ നിന്ന് കൊണ്ടുവന്നതാണവ. നിന്റെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കാൻ അവർ ആടുകളിലും കാളകളിലും നിന്ന് നല്ലത് സൂക്ഷിച്ചു. ശേഷിച്ചവയെ ഞങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു. നിർത്ത്. സാമുവേൽ പറഞ്ഞു, കർത്താവ് ഈ രാത്രിയിൽ എന്നോട് പറഞ്ഞതെന്തെന്ന് ഞാൻ അറിയിക്കാം. പറഞ്ഞാലും. സാവൂൾ പ്രതിവചിച്ചു. സാമുവേൽ ചോദിച്ചു, സ്വന്തം ദൃഷ്ടിയിൽ നിസാരനെങ്കിലും ഇസ്രായേൽ ഗോത്രങ്ങളുടെ നേതാവല്ലേ നീ? ഇസ്രായേലിന്റെ രാജാവായി കർത്താവ് നിന്നെ അഭിഷേകം ചെയ്തു. പിന്നീട് കർത്താവ് ഒരു ദൗത്യമേൽപ്പിച്ചുകൊണ്ട് പോയി പാപികളായ അമലേക്യരെയെല്ലാം നശിപ്പിക്കുക, അവർ നശിക്കുന്നതുവരെ അവരോട് പോരാടുക എന്ന് നിന്നോട് പറഞ്ഞു. എന്തുകൊണ്ടാണ് നീ കർത്താവിനെ അനുസരിക്കാതിരുന്നത്? കവർച്ച വസ്തുക്കളുടെ മേൽ ചാടി വീണ് കർത്താവിന് അനിഷ്ടമായത് ചെയ്തതെന്തിനാണ്? സാവൂൾ പറഞ്ഞു, ഞാൻ കർത്താവിന്റെ വാക്ക് അനുസരിച്ചു. കർത്താവ് എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ നിറവേറ്റി. അമലേക്യ രാജാവായ അഗാഗിനെ ഞാൻ പിടിച്ചുകൊണ്ടുവന്നു. അമലേക്യരെയെല്ലാം നശിപ്പിച്ചു. എന്നാൽ നശിപ്പിക്കപ്പെടേണ്ട കൊള്ളവസ്തുക്കളിൽ ഏറ്റവും നല്ല ആടുമാടുകളെ നിന്റെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കാൻ ജനം ഗിൽഗാലിൽ കൊണ്ടുവന്നു. സാമുവേൽ പറഞ്ഞു, തന്റെ കൽപ്പന അനുസരിക്കുന്നതോ ദഹനബലികളും മറ്റു ബലികളും അർപ്പിക്കുന്നതോ കർത്താവിന് പ്രീതികരം. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം, മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ ഉത്കൃഷ്ടം. മാത്സര്യം മന്ത്രവാദം പോലെ പാപമാണ്, മർക്കടമുഷ്ടി വിഗ്രഹാരാധന പോലെയും. കർത്താവിന്റെ വചനം നീ തിരസ്കരിച്ചതിനാൽ അവിടുന്ന് രാജത്വത്തിൽ നിന്ന് നിന്നെയും തിരസ്കരിച്ചിരിക്കുന്നു. സാവൂൾ പറഞ്ഞു, ഞാൻ പാപം ചെയ്തുപോയി. ജനത്തെ ഭയപ്പെട്ട് അവരുടെ വാക്ക് ഞാൻ അനുസരിച്ചു. കർത്താവിന്റെ കൽപ്പനകളെയും അങ്ങയുടെ വാക്കുകളെയും ലംഘിച്ച് ഞാൻ തെറ്റ് ചെയ്തു. അതിനാൽ എന്റെ പാപം ക്ഷമിക്കണമെന്നും കർത്താവിനെ ആരാധിക്കുന്നതിന് അങ്ങ് എന്നോടുകൂടെ വരണമെന്നും ഇപ്പോൾ ഞാൻ അപേക്ഷിക്കുന്നു. സാമുവേൽ പറഞ്ഞു, ഞാൻ നിന്നോടൊത്ത് വരില്ല. നീ കർത്താവിന്റെ വചനം തിരസ്കരിച്ചതിനാൽ ഇസ്രായേലിന്റെ രാജാവായിരിക്കുന്നതിൽ നിന്ന് നിന്നെയും അവിടുന്ന് തിരസ്കരിച്ചിരിക്കുന്നു. സാമുവേൽ മടങ്ങിപ്പോകാൻ തിരിഞ്ഞപ്പോൾ സാവൂൾ അവന്റെ മേലങ്കിയുടെ വിളിമ്പിൽ പിടിച്ചു നിർത്തി. അത് കീറിപ്പോയി. സാമുവേൽ പറഞ്ഞു, ഇന്ന് കർത്താവ് ഇസ്രായേലിന്റെ രാജത്വം നിന്നിൽ നിന്ന് വേർപെടുത്തി നിന്നേക്കാൾ ഉത്തമനായ ഒരു അയൽക്കാരന് കൊടുത്തിരിക്കുന്നു.
ഇസ്രായേലിന്റെ മഹത്വമായവൻ കള്ളം പറയുകയോ അനുതപിക്കുകയോ ഇല്ല. അനുതപിക്കാൻ അവിടുന്ന് മനുഷ്യനല്ലല്ലോ. സൗൾ പറഞ്ഞു, ഞാൻ പാപം ചെയ്തുപോയി. എങ്കിലും ഇപ്പോൾ ജനപ്രമാണികളുടെയും ഇസ്രായേല്യരുടെയും മുമ്പിൽ എന്നെ ബഹുമാനിച്ച് അങ്ങയുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ എന്നോടൊത്ത് വരണമേ. സാമുവൽ അവനോടുകൂടെ പോയി. സൗൾ കർത്താവിനെ ആരാധിച്ചു. അനന്തരം സാമുവൽ കൽപ്പിച്ചു, അമലേക്യരുടെ രാജാവായ അഗാഗിനെ ഇവിടെ എന്റെ അടുക്കൽ കൊണ്ടുവരിക. അഗാഗ് സന്തുഷ്ടനായി അവന്റെ അടുക്കൽ വന്നു. മരണം ഒഴിഞ്ഞുപോയല്ലോ എന്ന് ആശ്വസിച്ചു. സാമുവൽ പറഞ്ഞു, നിന്റെ വാൾ സ്ത്രീകളെ സന്താനരഹിതരാക്കിയതുപോലെ നിന്റെ അമ്മയും സന്താനരഹിതയാവട്ടെ. അനന്തരം സാമുവൽ ഗിൽഗാലിൽ കർത്താവിന്റെ മുൻപിൽ വെച്ച് അഗാഗിനെ തുണ്ടം തുണ്ടമാക്കി. പിന്നീട് അവൻ റാമായിലേക്ക് പോയി, സൗൾ ഗിബയായിലുള്ള തന്റെ വീട്ടിലേക്കും. സാമുവൽ പിന്നീടൊരിക്കലും സൗളിനെ കണ്ടില്ല. അവനെ ഓർത്ത് സാമുവൽ ദുഃഖിച്ചു. സൗളിനെ ഇസ്രായേലിന്റെ രാജാവാക്കിയതിൽ കർത്താവ് ഖേദിച്ചു. 1 സാമുവൽ അധ്യായം 16. ദാവീദിന്റെ അഭിഷേകം. കർത്താവ് സാമുവലിനോട് പറഞ്ഞു, ഇസ്രായേലിന്റെ രാജത്വത്തിൽ നിന്ന് സാവൂളിനെ ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അവനെ ഓർത്ത് നീ എത്ര നാൾ വിലപിക്കും? കുഴലിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ നിന്നെ ബെത്ലഹേംകാരനായ ജെസ്സയുടെ അടുത്തേക്ക് അയക്കും. അവന്റെ ഒരു മകനെ ഞാൻ രാജാവായി നിശ്ചയിച്ചിരിക്കുന്നു. സാമുവൽ ചോദിച്ചു, ഞാൻ എങ്ങനെ പോകും? സൗൾ ഇത് കേട്ടാൽ എന്നെ കൊന്നുകളയും. കർത്താവ് പറഞ്ഞു, ഒരു പശുക്കിടാവിനെ കൂടെ കൊണ്ടുപോവുക. കർത്താവിന് ബലിയർപ്പിക്കാൻ വന്നിരിക്കുകയാണെന്ന് പറയുക. ജെസ്സയെയും ബലിയർപ്പണത്തിന് ക്ഷണിക്കുക. നീ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ പറയുന്നവനെ എനിക്കായി നീ അഭിഷേകം ചെയ്യണം. കർത്താവ് കൽപ്പിച്ചതുപോലെ സാമുവൽ പ്രവർത്തിച്ചു. അവൻ ബെത്ലഹേമിലെത്തി. നഗരത്തിലെ ശ്രേഷ്ഠന്മാർ ഭയപരവശരായി അവനെ കാണാൻ വന്നു. അവർ ചോദിച്ചു, അങ്ങയുടെ വരവ് ശുഭസൂചകമോ? അതെ, അവൻ പറഞ്ഞു, ഞാൻ കർത്താവിന് ബലിയർപ്പിക്കാൻ വന്നിരിക്കുന്നു. നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് ബലിയർപ്പണത്തിന് എന്നോടൊത്ത് വരുവിൻ. അനന്തരം അവൻ ജെസ്സയെയും പുത്രന്മാരെയും ശുദ്ധീകരിച്ച് ബലിയർപ്പണത്തിന് ക്ഷണിച്ചു. അവൻ വന്നപ്പോൾ സാമുവൽ എലിയാബിനെ ശ്രദ്ധിച്ചു. കർത്താവിന്റെ അഭിഷിക്തനാണ് മുൻപിൽ നിൽക്കുന്നതെന്ന് അവന് തോന്നി. എന്നാൽ കർത്താവ് സാമുവലിനോട് കൽപ്പിച്ചു, അവന്റെ ആകാരവടിവോ ഉയരമോ നോക്കേണ്ട. അവനെ ഞാൻ തിരസ്കരിച്ചതാണ്. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. ജെസ്സെ അബിനാദാബിനെ സാമുവലിന്റെ മുൻപിൽ വരുത്തി. ഇവനെയും കർത്താവ് തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് സാമുവൽ പറഞ്ഞു. പിന്നെ ജെസ്സെ ഷമ്മായെ വരുത്തി. കർത്താവ് തിരഞ്ഞെടുത്തവനല്ല ഇവനും എന്ന് അവൻ പറഞ്ഞു. ജെസ്സെ തന്റെ 7 പുത്രന്മാരെ സാമുവലിന്റെ മുൻപിൽ കൊണ്ടുവന്നു. അവൻ ജെസ്സയോട് പറഞ്ഞു, ഇവരെ ആരെയും കർത്താവ് തിരഞ്ഞെടുത്തിട്ടില്ല. നിന്റെ പുത്രന്മാർ എല്ലാവരുമായോ എന്ന് സാമുവൽ അവനോട് ചോദിച്ചു. ഇനി ഇളയ മകനുണ്ട്, അവൻ ആടുകളെ മേയിക്കാൻ പോയിരിക്കുകയാണ്. അവൻ പറഞ്ഞു. അവനെ ആളയച്ചു വരുത്താൻ സാമുവൽ ആവശ്യപ്പെട്ടു. അവൻ വന്നിട്ടേ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്നും പറഞ്ഞു. ജെസ്സെ അവനെ ആളയച്ചു വരുത്തി. പവിഴ നിറവും മനോഹര നയനങ്ങളുമുള്ള അവൻ സുന്ദരനായിരുന്നു. കർത്താവ് കൽപ്പിച്ചു, എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക. തിരഞ്ഞെടുക്കപ്പെട്ടവൻ അവൻ തന്നെ. സാമുവൽ അവനെ സഹോദരന്മാരുടെ മുൻപിൽ വെച്ച് കുഴലിലെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. അന്നു മുതൽ കർത്താവിന്റെ ആത്മാവ് ദാവീദിന്റെ മേൽ ശക്തമായി ആവസിച്ചു. സാമുവൽ റാമായിലേക്ക് പോയി. ദാവീദ് സാവൂളിനോടൊന്നിച്ച്. കർത്താവിന്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി. അവിടുന്ന് അയച്ച ഒരു ദുരാത്മാവ് അവനെ പീഡിപ്പിച്ചു. സാവൂളിന്റെ ഭൃത്യന്മാർ അവനോട് പറഞ്ഞു, ദൈവം അയച്ച ഒരു ദുരാത്മാവ് അങ്ങയെ പീഡിപ്പിക്കുന്നു. ആകയാൽ കിന്നരം വായനയിൽ നിപുണനായ ഒരുവനെ അന്വേഷിക്കാൻ അങ്ങ് അടിയങ്ങൾക്ക് കൽപ്പന തരണം. ദുരാത്മാവ് അങ്ങയിൽ ആവസിക്കുമ്പോൾ അവൻ കിന്നരം വായിച്ച് അങ്ങേക്ക് ആശ്വാസം നൽകും. കിന്നരവായനയിൽ നിപുണനായ ഒരുവനെ തേടിപ്പിടിക്കാൻ സാവൂൾ ഭൃത്യന്മാരോട് കൽപ്പിച്ചു. ബെത്ലഹേംകാരനായ ജെസ്സയുടെ ഒരു മകനെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഭൃത്യന്മാരിൽ ഒരുവൻ പറഞ്ഞു. അവൻ കിന്നരവായനയിൽ നിപുണനും
പരാക്രമിയായ യോദ്ധാവും വാക്ചാതുര്യമുള്ളവനും കോമളനുമാണ്. കർത്താവ് അവനോടുകൂടെയുണ്ട്. സൗൾ ജസ്സയുടെ അടുത്ത് ദൂതന്മാരെ വിട്ട്, ആട്ടിടയനായ നിന്റെ മകൻ ദാവീദിനെ എന്റെ അടുക്കൽ അയക്കുക എന്ന് അറിയിച്ചു. ജസ്സെ ഒരു കഴുതയുടെ പുറത്ത് കുറെ അപ്പം, ഒരു പാത്രം വീഞ്ഞ്, ഒരു ആട്ടിൻകുട്ടി എന്നിവ കയറ്റി തന്റെ മകൻ ദാവീദ് വശം സാവൂളിന് കൊടുത്തയച്ചു. ദാവീദ് സാവൂളിന്റെ അടുക്കലെത്തി സേവനം ആരംഭിച്ചു. സാവൂളിന് അവനെ വളരെയധികം ഇഷ്ടപ്പെട്ടു. ദാവീദ് അവന്റെ ആയുധവാഹകനായി തീർന്നു. സാവൂൾ ജസ്സയുടെ അടുക്കൽ ആളയച്ച്, ദാവീദിനെ എനിക്കിഷ്ടപ്പെട്ടു, അവൻ ഇവിടെ നിൽക്കട്ടെ എന്ന് അറിയിച്ചു. ദൈവം അയച്ച ദുരാത്മാവ് സാവൂളിൽ പ്രവേശിക്കുമ്പോഴൊക്കെ ദാവീദ് കിന്നരം വായിക്കും. അതുവഴി അവന് ആശ്വാസവും സുഖവും ലഭിക്കുകയും ദുരാത്മാവ് അവനെ വിട്ടുപോവുകയും ചെയ്തിരുന്നു. 1 സാമുവേൽ അധ്യായം 17. ദാവീദും ഗോലിയാത്തും. ഫിലിസ്ത്യർ യുദ്ധത്തിന് സൈന്യത്തെ ഒരുമിച്ച് കൂട്ടി. അവർ യൂദായുടെ സൊക്കോയിൽ സമ്മേളിച്ച് സൊക്കോയ്ക്കും അസെക്കായ്ക്കും മധ്യേ ഏഫസ്ദമ്മിൽ പാളയമടിച്ചു. സാവൂളും ഇസ്രായേലിലും ഏലാ താഴ്വരയിൽ പാളയമടിച്ച് അവർക്കെതിരെ അണിനിരന്നു. താഴ്വരയുടെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള മലകളിൽ ഫിലിസ്ത്യരും ഇസ്രായേലിലും നിലയുറപ്പിച്ചു. അപ്പോൾ ഫിലിസ്ത്യ പാളയത്തിൽ നിന്ന് ഗത്തുകാരനായ ഗോലിയാത്ത് എന്ന മല്ലൻ മുന്നോട്ട് വന്നു. 6 മുഴവും 1 ചാണും ഉയരമുണ്ടായിരുന്നു അവന്. അവന്റെ തലയിൽ ഒരു പിച്ചള തൊപ്പിയുണ്ടായിരുന്നു. 5000 ഷെക്കൽ തൂക്കമുള്ള പിച്ചള കവചമാണ് അവൻ ധരിച്ചിരുന്നത്. അവൻ പിച്ചള കൊണ്ടുള്ള കാൽച്ചട്ട ധരിക്കുകയും പിച്ചള കൊണ്ടുള്ള കുന്തം തോളിൽ തൂക്കിയിടുകയും ചെയ്തിരുന്നു. അവന്റെ കുന്തത്തിന്റെ തണ്ടിന് നെയ്ത്തുകാരന്റെ ഉരുളിന്റെ ഘനവും അതിന്റെ ഇരുമ്പു മുനയ്ക്ക് 600 ഷെക്കൽ ഭാരവും ഉണ്ടായിരുന്നു. പരിച വഹിക്കുന്നവൻ അവന്റെ മുമ്പേ നടന്നിരുന്നു. ഗോലിയാത്ത് ഇസ്രായേൽ പടയുടെ നേർക്ക് അട്ടഹസിച്ചു, നിങ്ങൾ യുദ്ധത്തിന് വന്നിരിക്കുകയാണോ? ഞാനൊരു ഫിലിസ്ത്യനാണ്. നിങ്ങൾ സാവൂളിന്റെ സേവകരല്ലേ? നിങ്ങൾ ഒരുത്തനെ തിരഞ്ഞെടുക്കുക, അവൻ എന്നെ നേരിടട്ടെ. അവൻ എന്നോട് പൊരുതി എന്നെ കൊല്ലുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാരാകാം. ഞാൻ അവനെ തോൽപ്പിച്ചു കൊന്നാൽ നിങ്ങൾ ഞങ്ങൾക്ക് അടിമവേല ചെയ്യണം. അവൻ തുടർന്നു, ഇസ്രായേൽ നിരകളെ ഞാൻ വെല്ലുവിളിക്കുന്നു, എന്നോട് യുദ്ധം ചെയ്യാൻ ഒരാളെ വിടുവിൻ. അവന്റെ വാക്കുകൾ കേട്ട് സാവൂളും ഇസ്രായേല്യരും ഭയചകിതരായി. യൂദായിലെ ബെത്ലേഹമിൽ നിന്നുള്ള എഫ്രാത്യനായ ജസ്സയുടെ മകനായിരുന്നു ദാവീദ്. ജസ്സയ്ക്ക് 8 മക്കളുണ്ടായിരുന്നു. സാവൂളിന്റെ കാലത്ത് അവൻ വൃദ്ധനായിരുന്നു. അവന്റെ പുത്രന്മാരിൽ മൂത്ത 3 പേർ സാവൂളിനോടൊത്ത് യുദ്ധരംഗത്തുണ്ടായിരുന്നു. ആദ്യജാതനായ ഏലിയാബ്, അബിനാദാബ്, ഷമ്മ. ദാവീദ് ഏറ്റവും ഇളയവനായിരുന്നു. മൂത്ത 3 പേർ സാവൂളിനോടൊത്ത് ഉണ്ടായിരുന്നു. ദാവീദ് പിതാവിന്റെ ആടുകളെ മേയ്ക്കാൻ സാവൂളിന്റെ അടുക്കൽ നിന്ന് ബെത്ലേഹമിൽ പോയി വരിക പതിവായിരുന്നു. ഗോലിയാത്ത് 40 ദിവസം മുടങ്ങാതെ രാവിലെയും വൈകുന്നേരവും യുദ്ധത്തിന് വെല്ലുവിളിച്ചു. ജസ്സെ ദാവീദിനോട് പറഞ്ഞു, 1 ഏഫ മലരും 10 അപ്പവും പാളയത്തിൽ നിന്റെ സഹോദരന്മാർക്ക് വേഗം കൊണ്ടുപോയി കൊടുക്കുക. അവരുടെ സഹസ്രാധിപന് 10 പാൽക്കട്ടി കൊണ്ടുപോകുക. സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിച്ച് അവരിൽ നിന്ന് ഒരടയാളവും വാങ്ങി വരിക. സാവൂളും ദാവീദിന്റെ സഹോദരന്മാരും മറ്റ് ഇസ്രായേല്യരും ഏലാ താഴ്വരയിൽ ഫിലിസ്ത്യരോട് യുദ്ധം ചെയ്യുകയായിരുന്നു. പിതാവ് ആജ്ഞാപിച്ചതനുസരിച്ച് ദാവീദ് അതിരാവിലെ എഴുന്നേറ്റ് ആടുകളെ ഒരു കാവൽക്കാരനെ ഏൽപ്പിച്ചിട്ട് ഭക്ഷണ സാധനങ്ങളുമായി പുറപ്പെട്ടു. അവൻ പാളയത്തിലെത്തുമ്പോൾ സൈന്യം പോർ വിളിച്ചുകൊണ്ട് പുറപ്പെടുകയായിരുന്നു. ഇസ്രായേല്യരും ഫിലിസ്ത്യരും യുദ്ധസന്നദ്ധരായി മുഖാഭിമുഖം അണിനിരന്നു. കൊണ്ടുവന്ന പൊതി പടക്കോപ്പ് സൂക്ഷിപ്പുകാരനെ ഏൽപ്പിച്ചിട്ട് ദാവീദ് യുദ്ധരംഗത്ത് ഓടിച്ചെന്ന് തന്റെ സഹോദരന്മാരോട് ക്ഷേമാന്വേഷണം നടത്തി. അവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കവേ ഗത്തിൽ നിന്നുള്ള ഗോലിയാത്ത് എന്ന ഫിലിസ്ത്യ മല്ലൻ മുൻപോട്ട് വന്നു. മുൻപത്തെ പോലെ വെല്ലുവിളിക്കുന്നത് ദാവീദ് കേട്ടു. ഗോലിയാത്തിനെ കണ്ടപ്പോൾ ഇസ്രായേല്യർ ഭയന്നോടി. അവർ പറഞ്ഞു, ഈ വന്നു നിൽക്കുന്ന മനുഷ്യനെ കണ്ടോ? അവൻ ഇസ്രായേലിനെ നിന്ദിക്കാൻ വന്നിരിക്കുന്നു. അവനെ കൊല്ലുന്നവനെ രാജാവ് മഹാസമ്പന്നനാക്കും.
തന്റെ മകളെ അവന് വിവാഹം ചെയ്തു കൊടുക്കുകയും അവന്റെ പിതൃഭവനത്തിന് ഇസ്രായേലിൽ കരമൊഴിവ് കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. ദാവീദ് അടുത്തു നിന്നവരോട് ചോദിച്ചു, ഈ ഫിലിസ്തീനെ കൊന്ന് ഇസ്രായേലിന് വന്നിരിക്കുന്ന അപമാനം നീക്കിക്കളയുന്നവന് എന്ത് കിട്ടും? ജീവിക്കുന്ന ദൈവത്തിന്റെ സേനകളെ നിന്ദിക്കാൻ ഈ അപരിച്ഛേദിതൻ ആരാണ്? അവനെ കൊല്ലുന്നവന് മുൻപ് പറഞ്ഞവയെല്ലാം നൽകുമെന്ന് അവർ പറഞ്ഞു. ദാവീദ് അവരോട് സംസാരിക്കുന്നത് മൂത്ത സഹോദരൻ ഏലിയാബ് കേട്ടു. അവൻ കുപിതനായി ദാവീദിനോട് ചോദിച്ചു, നീ എന്തിനിവിടെ വന്നു? കുറെ ആടുകളുള്ളതിനെ മരുഭൂമിയിൽ ആരെ ഏൽപ്പിച്ചിട്ട് പോന്നു? നിന്റെ അഹന്തയും ദുഷ്ടതയും എനിക്കറിയാം. നീ വന്നത് യുദ്ധം കാണാനല്ലേ? ദാവീദ് ചോദിച്ചു, ഞാനിപ്പോൾ എന്തു ചെയ്തു? ഒരു വാക്ക് പറഞ്ഞതല്ലേയുള്ളൂ. അവൻ ജ്യേഷ്ഠന്റെ അടുക്കൽ നിന്ന് തിരിഞ്ഞ് വേറൊരുവനോട് മുൻ ചോദ്യം തന്നെ ആവർത്തിച്ചു. എല്ലാവരും അതേ ഉത്തരം തന്നെ പറഞ്ഞു. ദാവീദിന്റെ വാക്ക് കേട്ടവർ സാവൂളിനെ അതറിയിച്ചു. രാജാവ് അവനെ വിളിപ്പിച്ചു. ദാവീദ് സാവൂളിനോട് പറഞ്ഞു, അവനെ ഓർത്ത് ആരും അധൈര്യപ്പെടേണ്ട. ഈ ഫിലിസ്തീനോട് അങ്ങയുടെ ദാസൻ യുദ്ധം ചെയ്യാം. സാവൂൾ ദാവീദിനോട് പറഞ്ഞു, ഈ ഫിലിസ്തീനെ നേരിടാൻ നീ ശക്തനല്ല, നീ ചെറുപ്പമല്ലേ? അവനാകട്ടെ ചെറുപ്പം മുതൽ യോദ്ധാവാണ്. ദാവീദ് വീണ്ടും പറഞ്ഞു, പിതാവിന്റെ ആടുകളെ മേയ്ക്കുന്നവനാണ് അങ്ങയുടെ ഈ ദാസൻ. സിംഹമോ കരടിയോ വന്ന് ആട്ടിൻപറ്റത്തിൽ നിന്ന് ഒരാട്ടിൻകുട്ടിയെ തട്ടിയെടുത്താൽ ഞാൻ അതിനെ പിന്തുടർന്ന് ആട്ടിൻകുട്ടിയെ രക്ഷിക്കും. അത് എന്നെ എതിർത്താൽ ഞാൻ അതിന്റെ ജടയ്ക്ക് പിടിച്ച് അടിച്ചുകൊല്ലും. അങ്ങയുടെ ദാസൻ സിംഹങ്ങളെയും കരടികളെയും കൊന്നിട്ടുണ്ട്. ജീവിക്കുന്ന ദൈവത്തിന്റെ സൈന്യത്തെ അപമാനിക്കുന്ന അപരിച്ഛേദിതനായ ഈ ഫിലിസ്തീനും അവയിലൊന്നുപോലെയാകും. സിംഹത്തിന്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച കർത്താവ് ഈ ഫിലിസ്തീന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും. സാവൂൾ ദാവീദിനോട് പറഞ്ഞു, പോവുക, കർത്താവ് നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. അനന്തരം സാവൂൾ തന്റെ പോർച്ചട്ട ദാവീദിനെ അണിയിച്ചു. ഒരു പിച്ചളത്തൊപ്പി അവന്റെ തലയിൽ വെച്ചു. തന്റെ കവചവും അവനെ ധരിപ്പിച്ചു. പോർച്ചട്ടയും വാളും ധരിച്ച് ദാവീദ് നടക്കാൻ നോക്കി. പക്ഷേ സാധിച്ചില്ല. അവനത് പരിചയമില്ലായിരുന്നു. ഇതൊന്നും പരിചയിച്ചിട്ടില്ലാത്തതിനാൽ ഇവ ധരിച്ച് നടക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് അവൻ സാവൂളിനോട് പറഞ്ഞു. അവൻ അത് ഊരിവെച്ചു. പിന്നെ അവൻ തന്റെ വടിയെടുത്തു. തോട്ടിൽ നിന്ന് മിനുസമുള്ള 5 കല്ല് തിരഞ്ഞെടുത്ത് സഞ്ചിയിലിട്ടു. കവിണ അവന്റെ കയ്യിലുണ്ടായിരുന്നു. അവൻ ഫിലിസ്തീനെ സമീപിച്ചു. ഗോലിയാത്ത് ദാവീദിനോട് അടുത്തു. ആയുധവാഹകൻ മുൻപേ നടന്നു. ദാവീദിനെ കണ്ടപ്പോൾ ഫിലിസ്തീന് പുച്ഛം തോന്നി. എന്തെന്നാൽ അവൻ തുടുത്ത് കോമളനായ ഒരു കുമാരൻ മാത്രമായിരുന്നു. ഗോലിയാത്ത് ദാവീദിനോട് ചോദിച്ചു, എന്റെ നേരെ വടിയുമായി വരാൻ ഞാനൊരു പട്ടിയോ? അവൻ ദേവന്മാരുടെ പേര് ചൊല്ലി ദാവീദിനെ ശപിച്ചു. അവൻ ദാവീദിനോട് പറഞ്ഞു, വരൂ, ഞാൻ നിന്റെ മാംസം പറവകൾക്കും കാട്ടുമൃഗങ്ങൾക്കും കൊടുക്കും. ദാവീദ് പ്രതിവചിച്ചു, വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു. ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമത്തിലാണ് വരുന്നത്. കർത്താവ് നിന്നെ ഇന്ന് എന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ വീഴ്ത്തും. നിന്റെ തല വെട്ടിയെടുക്കും. ഫിലിസ്ത്യരുടെ ശവശരീരങ്ങൾ പറവകൾക്കും കാട്ടുമൃഗങ്ങൾക്കും ഇരയാകും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് ലോകമെല്ലാം അറിയാം. കർത്താവ് വാളും കുന്തവും കൊണ്ടല്ല രക്ഷിക്കുന്നതെന്ന് ഈ ജനത മനസ്സിലാക്കും. ഈ യുദ്ധം കർത്താവിൻ്റെതാണ്. അവിടുന്ന് നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. തന്നെ നേരിടാൻ ഫിലിസ്ത്യൻ അടുക്കുന്നത് കണ്ട് ദാവീദ് അവനോട് എതിർക്കാൻ വേഗത്തിലോടി മുന്നണിയിലെത്തി. ദാവീദ് സഞ്ചിയിൽ നിന്ന് ഒരു കല്ലെടുത്ത് കവണയിൽ വെച്ച് ഗോലിയാത്തിന്റെ നെറ്റിക്ക് ആഞ്ഞെറിഞ്ഞു. കല്ല് നെറ്റിയിൽ തന്നെ തറച്ചു കയറി. അവൻ മുഖം കുത്തി നിലം പതിച്ചു. അങ്ങനെ ദാവീദ് കല്ലും കവിണയുമായി ഗോലിയാത്തിനെ നേരിട്ട് അവനെ എറിഞ്ഞു വീഴ്ത്തി. അവന്റെ കയ്യിൽ വാളില്ലായിരുന്നു. ദാവീദ് ഓടിച്ചെന്ന് ഗോലിയാത്തിന്റെ മേൽ കയറി നിന്ന് അവന്റെ വാള് ഉറയിൽ നിന്ന് വലിച്ചൂരി അവനെ കഴുത്തു വെട്ടിമുറിച്ച് കൊന്നു. ഫിലിസ്ത്യർ തങ്ങളുടെ മല്ലൻ വധിക്കപ്പെട്ടെന്ന് കണ്ടപ്പോൾ ഓടിക്കളഞ്ഞു. ഇസ്രായേലിലെയും യൂദായിലെയും ആളുകൾ ആർപ്പ് വിളിച്ചുകൊണ്ട് ഗത്ത്, എക്രോണിന്റെ കവാടങ്ങൾ എന്നിവിടം വരെ ഫിലിസ്ത്യരെ പിന്തുടർന്നു. ഷാറായിം മുതൽ ഗത്തും എക്രോണും വരെയുള്ള
വഴികളിൽ ഫിലിസ്ത്യർ മുറിവേറ്റു വീണു. ഫിലിസ്ത്യരെ അനുധാവനം ചെയ്ത് മടങ്ങി വന്നതിന് ശേഷം ഇസ്രായേല്യർ അവരുടെ പാളയം കൊള്ളയടിച്ചു. ദാവീദ് ഗോലിയാത്തിന്റെ തല ജെറുസലേമിലേക്ക് കൊണ്ടുവന്നു. കവചം കൂടാരത്തിൽ സൂക്ഷിച്ചു. ദാവീദ് ഗോലിയാത്തിനെ എതിർക്കാൻ പോകുന്നത് കണ്ടപ്പോൾ സാവൂൾ സൈന്യാധിപനായ അബ്നേറിനോട് ചോദിച്ചു, അബ്നേർ, ആരുടെ മകനാണ് ഈ യുവാവ്? തനിക്ക് അറിഞ്ഞുകൂടെന്ന് അവൻ പ്രതിവചിച്ചു. ആ യുവാവ് ആരുടെ മകനാണെന്ന് അന്വേഷിക്കാൻ രാജാവ് കൽപ്പിച്ചു. ഗോലിയാത്തിനെ വധിച്ച് മടങ്ങി വന്ന ദാവീദിനെ അബ്നേർ സാവൂളിന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവന്നു. ഫിലിസ്ത്യന്റെ ശിരസും അവന്റെ കയ്യിലുണ്ടായിരുന്നു. സാവൂൾ അവനോട് ചോദിച്ചു, നീ ആരുടെ മകനാണ്? അങ്ങയുടെ ദാസനായ ബെത്ലഹേംകാരൻ ജെസ്സയുടെ മകനാണ് ഞാൻ എന്ന് ദാവീദ് പറഞ്ഞു.